നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കാനെത്തി മുൻ പാലക്കാട് MLA ആണ്. ഏത് സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതെന്നതൊക്കെ നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ UDF സർക്കാർ അധികാരമേൽക്കുന്ന ഈ ദിവസം അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി മാധ്യമങ്ങൾ വളഞ്ഞു. ചോദ്യങ്ങളുണ്ടായി. കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും ചാണ്ടി ഉമ്മനെ മന്ത്രിയാക്കാത്തതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. അതായത് കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഈ കേസുകളൊക്കെ എന്നോട് സ്നേഹമുള്ള ഏറ്റവും കരുതലുള്ള ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ എടുത്ത കേസുകളാണ്. അപ്പോൾ തന്നെ കുറ്റപത്രങ്ങൾ സമർപ്പിച്ചതാണ്. ഇനി കോടതിയിൽ പോരാട്ടമുണ്ടാകും. കോടതി വിധി വരുമ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞതൊക്കെ തിരുത്തി പറയേണ്ടി വരുമെന്നായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചത്. മാത്രമല്ല, ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ എന്താണ് ആ വിഷയത്തിൽ പ്രതികരണം എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മറുപടി: മന്ത്രിയാകാത്തതിൽ ചാണ്ടി ഉമ്മന് പോലും ഇല്ലാത്ത വിഷമമാണ് മാധ്യമങ്ങൾക്കെന്നായിരുന്നു രാഹുലിന്റെ മറുപടി. അത്തരത്തിൽ ഇവിടെ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. വലിയൊരു അധ്വാനം ഇതിന് പിന്നിലുണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. എന്തായാലും രാഹുൽ എന്താണ് പറഞ്ഞത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. വിശദമായി നോക്കാം എന്താണ് രാഹുലിന്റെ വാക്കുകളെന്ന്. കുറ്റബോധമുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുലിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: യൂത്ത് പ്രസിഡന്റ്, അതായത് OJ ജനീഷിന്റെ മന്ത്രി പദവി, അതിൽ വലിയൊരു സന്തോഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രകടിപ്പിച്ചു. യൂത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയ വ്യക്തിയാണ് ജനീഷ്. യൂത്ത് പ്രസിഡന്റ് ഒഴിഞ്ഞ സമയത്തും ആ ഒരു സ്ഥാനം താൻ ഒഴിഞ്ഞ സമയത്തും ആ സ്ഥാനത്തേക്ക് നിയമിക്കാം എന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജനീഷ്. എന്തായാലും അദ്ദേഹത്തിന് മന്ത്രി പദവി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. രാഹുൽ ഇപ്പോൾ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് പാർട്ടിയിലേക്ക് രാഹുലിന്റെ തിരിച്ചുവരവിന്റെ സൂചനയാണ്, അതിന് തുടക്കമാണോ എന്ന ചോദ്യത്തിന് ഞാൻ പാർട്ടിയിൽ നിന്നും എങ്ങും പോയിട്ടില്ലല്ലോ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി. പാർട്ടിയുടെ മുൻനിരയിലേക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം തുടരുന്നതിന് മുൻനിര പിൻനിര എന്ന ഒരു കാര്യമില്ല. രാഷ്ട്രീയം ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, രാഷ്ട്രീയം ആർക്ക് വേണമെങ്കിലും പ്രവർത്തിക്കാം. ഇനിയും രാഷ്ട്രീയം പറയും, രാഷ്ട്രീയം താൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നലെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും താൻ ഇനിയും തുടരുക എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി. മാത്രമല്ല, ഇത്തവണ ക്യാബിനറ്റിൽ നിരവധി പുതുമുഖങ്ങളുണ്ട്. സീനിയർ മന്ത്രിമാരുണ്ട്, ജൂനിയർ മന്ത്രിമാരുണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിസഭയാണ് ഇപ്പോൾ ഉള്ളതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. തല്ലുകൊണ്ടവരെ ഇപ്പോൾ അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചാക്രമണം, ഗൺമാന്മാർ വരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ പല സമരമുറകളിലും അടിയേറ്റവർ വരെ ഇന്ന് അധികാരമേറ്റിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്ന് AT തോമസും സൂരജുമൊക്കെ അധികാരത്തിൽ വന്നവരാണ്. അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം നടത്തിയപ്പോൾ അടികൊണ്ടവരാണ് ഇവർ. എന്തായാലും ഈ ഗൺമാന്മാർക്ക് തല്ലാൻ പാടില്ല എന്ന വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ പലപ്പോഴും തെറ്റിക്കപ്പെട്ട് ആ വ്യവസ്ഥയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പലപ്പോഴും ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായി. അത്തരത്തിൽ ഗുണ്ടകളെ പോലെ അവർ തങ്ങളോട് പെരുമാറുകയുണ്ടായി. ഞങ്ങൾ സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ ഗുണ്ടകളെ പോലെയാണ് ഞങ്ങളോട് അവർ പെരുമാറിയത്. അത്തരത്തിൽ അവർ പെരുമാറിയതിന് ജനം നൽകിയ ഈ നാട് കൊടുത്ത മറുപടിയാണ് UDFന്റെ വിജയമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. നഷ്ടബോധമുണ്ടോ ഇപ്പോൾ? പ്രത്യേകിച്ച് എല്ലാവരും അധികാരമേൽക്കുകയാണ്. അപ്പോൾ നഷ്ടബോധമുണ്ടോ എന്ന ചോദ്യത്തിന് താൻ ഇന്നലെ എന്താണ് ചെയ്തത് അത് തന്നെയാണ് ഇന്നും ചെയ്യുക എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. 10-20 വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് അതിൽ ഒരു വർഷം മാത്രമാണ് താൻ പാലക്കാട് ജനപ്രതിനിധിയായി ഇരുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ 10-20 വർഷത്തിൽ ഒരു വർഷം മാത്രം ജനപ്രതിനിധിയായിരുന്നു. പിന്നീട് ആ ജനപ്രതിനിധി സ്ഥാനം നഷ്ടപ്പെടുകയുണ്ടായി. പാർട്ടിക്ക് വേണ്ടി താൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് തന്നെ ഒരു നഷ്ടബോധം തനിക്കില്ല, അതിനിവിടെ സ്ഥാനമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. അന്നത്തെ അതേ രാഷ്ട്രീയം തന്നെയാണ് താൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയും പറയാൻ പോകുന്നത്. ജനപ്രതിനിധി ആയാലേ രാഷ്ട്രീയത്തിൽ തുടരാനാകൂ, അല്ലെങ്കിൽ ജനപ്രതിനിധി എന്നതാണ് രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത എന്തായാലും തനിക്കില്ല. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധി അല്ല എങ്കിലും അത് തന്നെ ബാധിക്കുന്ന കാര്യമില്ല, തനിക്ക് അക്കാര്യത്തിൽ വിഷമമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നു. പാർട്ടി പ്രവർത്തനത്തോടും പാർട്ടി ഭാരവാഹിത്വവുമാണ് തനിക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ തനിക്ക് നഷ്ടബോധമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ഇനി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടായി. ഈ കേസുകളൊക്കെ എന്നോട് സ്നേഹമുള്ള ഏറ്റവും കരുതലുള്ള ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ എടുത്ത കേസുകളാണ്. അപ്പോൾ തന്നെ കുറ്റപത്രം കൊടുത്തതാണ്. ഇനി കോടതിയിലാണ് പോരാട്ടം. കോടതിയിൽ നിന്ന് വിധി വരുമ്പോൾ അതായത് മാധ്യമങ്ങൾ പറഞ്ഞതൊക്കെ തിരുത്തി പറയേണ്ടി വരുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെല്ലുവിളി.
എന്തായാലും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റാണ്. ഏറ്റവും സീനിയർ ആയിട്ടുള്ള മന്ത്രിമാരുണ്ട്, പുതുമുഖങ്ങളുണ്ട്. അത്തരത്തിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിസഭയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ പുതുമുഖമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 80കൾക്ക് ശേഷം നെക്സ്റ്റ് ജനറേഷൻ ലീഡർഷിപ്പ് എന്ന തരത്തിലേക്ക് ഒരു ലീഡർഷിപ്പ്, കേരളത്തിൻ്റെ ലീഡർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ചെറുപ്പക്കാരായിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രതിനിധിയാണ് വി.ഡി. സതീശൻ. പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദം. എത്രയൊക്കെ മാറ്റി നിർത്തിയാലും ജനം വിചാരിച്ചാൽ തിരികെ എത്തുമെന്നതിനൊരു ഉദാഹരണം കൂടിയാണ് വി.ഡി. സതീശൻ്റെ മന്ത്രിപദമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ചാണ്ടി ഉമ്മന് മന്ത്രി സ്ഥാനം കിട്ടാത്തതിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണം ഇപ്രകാരമായിരുന്നു. മന്ത്രിയാകാത്തതിൽ ചാണ്ടി ഉമ്മന് പോലും ഇല്ലാത്ത വിഷമമാണ് ഇവിടെ പലർക്കും. അത്തരത്തിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. വലിയ അധ്വാനം ഈ വിജയത്തിന് പിന്നിലുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. എന്തായാലും പുറത്താക്കിയാലും കോൺഗ്രസ് തന്നെയാണെന്നും പാലക്കാട് എം.എൽ.എ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിനാണ് അംഗീകാരമാണ് നിലവിലെ വൻ വിജയം. എല്ലാ കാലവും പാർട്ടിക്കാരനാണ്, അതിനാൽ തന്നെ ഖേദമൊന്നുമില്ല. ജനപ്രതിനിധിയാവണോ പാർട്ടി ഭാരവാഹിയാകണോ എന്ന് ചോദിച്ചാൽ എന്നും പാർട്ടി ഭാരവാഹിയാകണം എന്നാണ് തനിക്ക് പറയാനുള്ളത്. നിരാശകളില്ല. പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം തുടരും. പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയം എൻ്റെ ക്ലാരിറ്റിയാണ്. പദവികൾക്കായി ഉള്ളതല്ല ഇത്. രാഷ്ട്രീയം പറയുന്നത് തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വരവ് ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലുണ്ടായിരുന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ചില ദൃശ്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. Sir, I now invite Shri V.D. Satishan, Chief Minister Designate, to take the oath of office and secrecy. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും.